സ്വാഗതം. അങ്ങനെ സഹദേവനാണെങ്കിൽ കല്യാണം ക്ഷണിക്കാനായിട്ട് പഞ്ചരത്നത്തിലേക്ക് എത്തുകയാണ്. ഈ സമയം ആതിരയും ആരാധ്യയും അത് കാണുന്നുണ്ട്. ആ മാമനോ വായോ, അല്ല അമൃതമോളില്ലേ ഇവിടെ? ഉണ്ടല്ലോ, ചേച്ചി അകത്തുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമൃതയെ വിളിക്കുകയാണ്. അങ്ങനെ സഹദേവനെ കാണാനായിട്ട് അമൃത എത്തുന്നുണ്ട്. മാമ എന്താ ഇപ്പോ ഈ വഴിക്കൊക്കെ? അത് പിന്നെ അറിയാലോ, സുമേഷിന്റെ വിവാഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവനെന്റെ ആദ്യത്തെ സന്തതിയല്ലേ. അപ്പൊ പിന്നെ ഒരു അച്ഛൻ എന്നുള്ള കടമ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. ഓ, അപ്പോ വിവാഹം ക്ഷണിക്കാനായിട്ട് വന്നതായിരിക്കും അല്ലേ? അതേ മോളെ, മാമൻ ഇത്ര കഷ്ടപ്പെട്ട് വിവാഹം ക്ഷണിക്കാൻ വരണ്ടായിരുന്നു. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞ്? അത് പിന്നെ സുമേഷും ദിവ്യപ്രഭയും വന്നിരുന്നു ഇങ്ങോട്ട്. ആഹാ, അതൊക്കെ എപ്പോ സംഭവിച്ചു? സുമേഷ് അത്രയ്ക്ക് നല്ലവനായോ? അത് പിന്നെ സുമേഷ് ഏട്ടനും ദിവ്യപ്രഭയും ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. വിവാഹം ക്ഷണിച്ചു, എന്നിട്ട് അവർ പറഞ്ഞത് ആ വഴിക്ക് പോലും വന്നു പോകരുത് എന്നാണ്. ഇവിടുന്ന് ആരും ആ വിവാഹത്തിന് വരില്ല മാമ. ഇത് കേട്ട് സഹദേവന് വിഷമാവുന്നുണ്ട്. മോള്, ഞാൻ ക്ഷമ ചോദിക്കുന്നു അവന് വേണ്ടിയിട്ട്. അതൊന്നും സാരില്ല, സുമേഷ് ഏട്ടന്റെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് അമൃത പറയുകയാണ്. എന്നാലും ദിവ്യപ്രഭയും സുമേഷ് ചേട്ടനും ചേർന്ന് ഞങ്ങളെ അധിക്ഷേപിച്ചതുപോലെയൊക്കെയാണ് സംസാരിച്ചത്. ഞാന് സുമേഷ് ചേട്ടന്റെ വഴിക്കും പോകുന്നില്ല, അഭിമന്യു ആണെങ്കിൽ ദിവ്യപ്രഭയുടെ വഴിക്കും പോകുന്നില്ല. പിന്നെന്തിനാ അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളോട് ഇത്ര ദേഷ്യം? ഇത് കേട്ട് സഹദേവൻ പറയുന്നുണ്ട്, മോള് ക്ഷമിച്ചു കള. സുമേഷിന്റെയും ആ ദിവ്യപ്രഭയുടെയും സ്വഭാവം അറിയാം. എന്തായാലും മാമൻ മക്കളെ നിർബന്ധിക്കുന്നില്ല. വിവാഹത്തിന് വരണ്ടയോ വരാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ എന്തായാലും വരില്ല എന്ന് അമൃതയും അനിയത്തിമാരും തീർത്തു പറയുകയാണ്. ശരി മക്കളെ, അപ്പൊ പിന്നെ മാമൻ ഇറങ്ങുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സഹദേവൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അഖിലയെ ചോദിക്കുകയാണ്. ആ, ഭാവി മരുമകളെ ചോദിക്കാൻ വിട്ടുപോയില്ലല്ലോ. ഇത് കേട്ട് സഹദേവൻ ചിരിക്കുന്നുണ്ട്. ഈ സമയം അമൃത പറയാണ്, അവൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആണോ? സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തമാശക്കാണെങ്കിലും എന്റെ അഖിലമോളുടെ മേലെയാണ് എനിക്കൊരു പ്രതീക്ഷ. ഇപ്പോ ആ വീടൊരു നരക തുല്യമാണ്. ഇനിയിപ്പോൾ ദിവ്യപ്രഭയും കൂടി വന്നാൽ ഉറപ്പായിട്ടും അത് കൂടുതൽ നരകമാവും. പക്ഷെ എന്റെ അഖിലമോൾ വരുമ്പോഴാണ് അത് വീടാവാൻ പോകുന്നത്. എന്റെ ആകാശം അഖിലമോളും വിവാഹം കഴിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് അമൃതയ്ക്കും അനിയത്തിമാർക്കും സന്തോഷാവുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സഹദേവൻ അവിടെ നിന്ന് പോകുമ്പോൾ അമൃത പറയുകയാണ്, പാവം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നിങ്ങനെ. അങ്ങനെ അഖിലയുടെ അടുത്ത് ആകാശ് ചോദിക്കുകയാണ്, നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഏതാണെന്ന് ഓർഡർ ചെയ്യാനായിട്ട്. ഈ സമയം സ്ട്രോബെറി വിത്ത് ഡ്രൈ ഫ്രൂട്ട് എന്ന് അഖില പറയുമ്പോൾ, ഓ, കുടുംബം മൊത്തം ഈ ഫ്ലേവർ ആണോ കഴിക്കുന്നത്? അതെന്താ ആകാശേട്ടൻ അങ്ങനെ ചോദിച്ച്? അല്ല, അനഘയുടെ ഐസ്ക്രീമും ഫേവറേറ്റ് ഇത് തന്നെയാണ്. ഇത് കേട്ട് അഖിലയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. ആകാശ് അത് മനസ്സിലാക്കിയതുപോലെ പറയാണ്, അതെ, നിനക്കൊന്നും തോന്നുന്നൊന്നും വേണ്ട. നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും നിന്റെ ഹോബീസും മറ്റും ഞാൻ കേൾക്കട്ടെ. അങ്ങനെ അഖില പറയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുക്സ് ഒക്കെ വായിക്കാനായിട്ടാണ്. ഓ, എനിക്കും അങ്ങനെ തന്നെയാണ്. അല്ല, എന്ത് ബുക്സാ കൂടുതലും വായിക്കുക? ഞാൻ നോവലുകളാണ് കൂടുതലും വായിക്കാറുള്ളത്. അവസാനമായി വായിച്ച നോവൽ ഏതാണെന്ന് അഖിലയോട് ആകാശ് ചോദിക്കുമ്പോൾ, ഒരു ഇംഗ്ലീഷ് നോവലാണ്. പേരറിയില്ലേ? പേരെനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല, പക്ഷെ അതിന്റെ കഥ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് അഖില പറയുകയാണ്. ആ, കേൾക്കട്ടെ, പറയും. അങ്ങനെ ആകാശ് സഹദേവൻ പറഞ്ഞതൊക്കെ തന്നെ ഓർക്കുന്നുണ്ട്. അഖിലയുമായിട്ട് കൂടുതൽ അടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിങ്ങനെ അങ്ങനെ അഖില പറഞ്ഞു തുടങ്ങുകയാണ്. എന്റെ കഥയിലെ നായകന് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് ജീവിതത്തിലേക്ക് ഒരു ഭാര്യയെ കൊണ്ടുവരുന്നു. പക്ഷെ ആ ദാമ്പത്യ ബന്ധത്തിൽ പ്രണയം വല്ലാതെ തടസ്സം നിന്നു. പക്ഷെ കുടുംബക്കാരെയും ബാക്കിയുള്ളവരെയും പേടിച്ച് ആ ദാമ്പത്യം തുടരാനായിട്ടാണ് അയാൾ തീരുമാനിച്ചത്. എന്നിട്ട് അവസാനം എന്തായിരുന്നു ആ നായകന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തു പറയാൻ, പ്രണയം അയാളെ ജീവിതത്തിൽ നിന്നും തകർത്തു പോവാനായിട്ട് നിർബന്ധിച്ചു. ഇത് കേട്ട് ആകാശ് പറയാണ്, അഖില, താൻ ആരെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കഥയും ഞാനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. താൻ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായതാണ്. പക്ഷേ അഖിൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അനഘ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവൾ എന്റെ മനസ്സിലുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. രണ്ട് കാറ്റഗറിയിലുള്ള ആണുങ്ങളാണ് ഉള്ളത്. ഒന്ന്, പ്രണയം അത് പറ്റേ മാറ്റിക്കളഞ്ഞ് മറ്റൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും. പിന്നെ പ്രണയം മനസ്സിലുണ്ടായിട്ടും വേറൊരാളുമായിട്ട് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടും. അത് നാട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ പേടിച്ചിട്ട്. അപ്പൊ പിന്നെ ആകാശേട്ടൻ ഏത് കാറ്റഗറിയിലാണെന്ന് പറയുമ്പോൾ അതെനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ചും കൂടി സമയം വേണം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പാകില്ല, അനഘ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവളുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ പോവില്ല. ഇത് കേട്ട് അഖില പറയുന്നുണ്ട്, അപ്പൊ ആകാശേട്ടന് എന്നോട് പ്രണയില്ലേ? നമ്മുടെ ദാമ്പത്യത്തിന് ആഴം ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് പറയും, അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ,
എനിക്ക് കുറച്ചുകൂടി ടൈം വേണം. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, അഖിലയോട് എനിക്ക് സ്നേഹമുണ്ട്. അത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഐസ്ക്രീം വരുന്നുണ്ട്. പക്ഷെ അഖില വാനില ഐസ്ക്രീമാണ് ഓർഡർ ചെയ്യുന്നത് ദേഷ്യത്തിൽ. എന്തായാലും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖില മനസ്സിലാക്കുകയാണ് ആകാശിന് തന്നോടുള്ളത് വെറും സഹതാപം